നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറി. ഘടകക്ഷേത്രങ്ങളായ ലാലൂർ, അയ്യന്തോൾ, കാർത്യായനി ക്ഷേത്രങ്ങളിലും കൊടിയേറി. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ സംസ്കാരം നടന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോജിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് ഇന്നും പാമ്പിനെ കണ്ടെത്തി. തിരുവല്ലോമലയിൽ വീട് കത്തി നശിച്ചു. തിരുവല്ലോമല അമ്മൻചെട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഇത്തവണ പൂരച്ചൂട് കൂടും. തൃശൂരിലെ താപനില 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വെളുത്തൂർ നമ്പോർക്കാവ് ക്ഷേത്രത്തിന് സമീപം മൈതാനത്ത് യുവാക്കൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. പടിഞ്ഞാറേക്കോട്ട കല്ലൂപ്പറമ്പിൽ ഡെൽജോയ്ക്കാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒളരി നിവാസികളായ ഇനോസ്, ആദിത്യൻ എന്നിവരെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന കാർ ആക്രമിച്ച് തകർത്തു. പുള്ളിയിലെ പാറ സ്വദേശി പ്രദീപിന്റെ കാറാണ് ആന ആക്രമിച്ചത്. ചേലക്കര തോന്നൂക്കര ചോലത്തൊടി ഉന്നതിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. 3 ആനകളാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനകളെ തുരത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിജോ മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. FCRA നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് കൊടകര ഫൊറോന യൂണിറ്റ്, ഇടവക കേന്ദ്ര സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോടാലി യൂണിറ്റും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. വഴിയരികിൽ കണ്ടെത്തിയ ബാഗ് ഉടമസ്ഥന് തിരിച്ചു നൽകി KSEB സബ് എഞ്ചിനീയർ മാതൃകയായി. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട ബാഗാണ് KSEB കൊടുങ്ങല്ലൂർ നമ്പർ 1 സെക്ഷനിലെ സബ് എഞ്ചിനീയറായ ഉസ്മാൻ ഉടമയ്ക്ക് തിരിച്ചു നൽകിയത്. എയ്യാൽ ശ്രീ കാർത്യായനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ ശ്രീരാജ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലെ 1976 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റും സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. ആളൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. ആളൂർ ആനത്തറം ചാതേലി മാത്യുവിന്റെ ആടുകളെയാണ് പുലർച്ചെ അജ്ഞാത ജീവി ആക്രമിച്ചത്. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിനൊരുക്കമായി പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചരിച്ചു. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അടുപ്പുകളുടെ വെഞ്ചരിപ്പ് നിർവഹിച്ചു. 24, 25, 26 തീയതികളാണ് തിരുനാൾ. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതാണ് മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ നഗരസഭയിലെ SC പ്രൊമോട്ടറെ CPM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം കുന്നംകുളം നഗരസഭാ കൌൺസിലിൽ പ്രതിഷേധത്തിനിടയാക്കി. ക്യാൻസർ രോഗി കൂടിയായ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നഗരസഭ ഔദ്യോഗികമായി പരാതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ പാറമേക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിന് ശേഷം പാറമേക്കാവ് ഭഗവതിയുടെ ആറാട്ട് നടന്നു. പാറമേക്കാവ് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വടക്കുംനാഥ ക്ഷേത്രം മേൽശാന്തി മുണ്ടക്കൽ സതീശൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ആറാട്ട്. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ പവലിയൻ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ കേരള വിഷൻ നൽകുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് മേയർ. അക്കിക്കാവ് എയ്യാൽ ചെമ്മന്തിട്ട ഇറക്കത്തിൽ 3 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പെരുമണ്ണൂർ സ്വദേശിയായ വരുണിനാണ് പരിക്കേറ്റത്.
ഗ്രാമകം നാടകോത്സവം രണ്ടാം ദിനത്തിൽ നാടക പ്രവർത്തകൻ വിജേഷ് അനുസ്മരണം നടത്തി. ഗ്രാമകം നാടകോത്സവ സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പ്രബലൻ വേലൂർ അധ്യക്ഷനായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.